എനിക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ തരാൻ സാധിക്കും. കാരണം എനിക്ക് പ്രസവിക്കാൻ കഴിയാത്തതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതൊരു തെറ്റല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല വന്നപ്പോ തന്നെ ഇവളാണോ ഇവളുടെ ഓർത്തിച്ചോ ഹൃദയത്തിൽ ചൊറിഞ്ഞതല്ല. ഈ ചൊറിച്ചിൽ ശാരികയ്ക്ക് തോന്നുന്നേ അല്ല തോൽവി സംഭവിച്ചാണോ? ഒരു ചാനലിൻ്റെ ആങ്കർക്കെതിരെ ഞാനൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് മേഘ്ന വിൻസെൻ്റ് അതുപോലെ അഞ്ജു ജോസഫ് ഈ 2 വ്യക്തികളും ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഈ ആങ്കർ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ആങ്കർ കള്ളം പറഞ്ഞതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ ചാനലിൽ നിന്ന് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ഞങ്ങളുടെ കോണ്ടന്റ് യൂസ് ചെയ്യാൻ പാടില്ല, അത് കോപ്പിറൈറ്റ് വയലേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. നിങ്ങൾ ഇത്ര ദിവസത്തിനകത്ത് ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ടുള്ള ഇടപെടലായിരുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തു. ഇപ്പോൾ വീണ്ടും എനിക്ക് അവരുടെ ഒരു ആങ്കറെ കുറിച്ച് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ രേണുസുധിയുടെ വിഷയം വന്ന സമയം മുതൽ തന്നെ അതിന് മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ രേണുസുധിയുടെ വിഷയം വന്നപ്പോഴാണ് ഈ ആങ്കറെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് ഹോട്ട് സീറ്റ് എന്നാണ്. ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്ക് യാതൊരു റെസ്പെക്റ്റും കൊടുക്കാത്തൊരു ആങ്കർ. എന്നിട്ട് അവർ പറയുന്ന ന്യായീകരണം ആ പ്രോഗ്രാമിൻ്റെ ആ ഷോയുടെ സ്പെഷ്യാലിറ്റി അതാണ്, അത് അങ്ങനെയാണ് പോകുന്നത്, ആ ഷോ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങൾ. ഇതിനകത്തുള്ള രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ ചാനലിനകത്ത് ഇരുന്നിട്ട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇവർക്കൊരു പേഴ്സണൽ ചാനലുണ്ട്. അവിടെ വന്നിട്ട് ഇതേ വ്യക്തികളെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ചാനൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് ഇവരവിടെ ചെയ്യുന്നത്. ഞാൻ അവരെ തെറ്റു പറയുന്നില്ല. പക്ഷേ വന്നിരിക്കുന്ന ഗസ്റ്റിന് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു നമ്മുടെ കടമയാണ്, ഒരു ആങ്കറുടെ കടമയാണ്. രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് അവരെ സംസാരിക്കാൻ സമ്മതിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവരൊരിക്കലും വരുന്ന ഗസ്റ്റിനെ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇവരങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഗസ്റ്റ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കേറി സംസാരിക്കുക, അവരെ പ്രൊവോക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്രാവശ്യം ആ ശാദിക്ക് ആൾ മാറിപ്പോയി. ഇന്നലെ വന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. റിയ ഇഷ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ. റിയ എൻ്റെ ഒരു ഫ്രണ്ടാണ്. കുറേ വർഷങ്ങളായി ഞാൻ കൊച്ചിയിലുണ്ടായിരുന്ന കാലം മുതൽ റിയ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ റിയയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റിയയോട് സംസാരിച്ച കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഏത് രീതിയിലാണ് ആൾക്കാരോട് ഇടപെടുന്നത്. അവസാനം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇവർ ആ ഇൻ്റർവ്യൂ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി പോകാനുണ്ടായത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കാമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉത്തരം മുട്ടിയപ്പോൾ ആ ശാദി ഹോട്ട് സീറ്റിൻ്റെ ആങ്കർ സീറ്റിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ശരിക്കും ഒരൊറ്റ ചോദ്യത്തിലാണ് ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇതാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. ഒരൊറ്റ ക്വസ്റ്റ്യൻ, അതിന് ആൻസർ ചെയ്യാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവരത് സമ്മതിക്കാൻ തയ്യാറല്ല. അതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു പ്രശ്നം, ഇവർ പറയുന്നത് മാത്രം അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിൽ ഇവർ ഓക്കെയാണ്, എങ്കിൽ ഇവർ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അതല്ല, ഇവർ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവർ ആ ഉത്തരം കിട്ടുന്നത് വരെ ഈ പറയുന്ന ഗസ്റ്റിന് എന്ത് ചെയ്യും, പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇന്നലെ ഞാൻ കണ്ടത്. വന്ന് ആ ഇൻ്റർവ്യൂ തുടങ്ങിയ സമയത്ത് തന്നെ അവർ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെന്തേ ഇത്ര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നത്, നിങ്ങളെന്തേ മസിൽ പിടിച്ചിരിക്കുന്നത്. ഒരാൾ വന്ന് ഗസ്റ്റിൻ്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ അയാളത് എങ്ങനെ ഇരിക്കണം, അയാൾ നമ്മളാണ് വില കൊടുക്കേണ്ടത്, വാല്യൂ കൊടുക്കേണ്ടത് ആസ് എൻ ആങ്കർ. അതല്ലാണ്ട് അയാൾ നമുക്ക് വാല്യൂ തരണം എന്ന് പറയുന്നതിനുള്ള ലോജിക്കില്ല. പിന്നെ 2 സൈഡിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഷോ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആങ്കർ തന്നെ അങ്ങോട്ട് അവരെ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണോ ഒരു ഷോയുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്? ശാരിക ഒരു പക്ഷേ ഈ വീഡിയോ കാണുവാണെങ്കിൽ വന്ന് പറയും, ഞങ്ങളുടെ ചാനലിൻ്റെ ഡിഗ്നിറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറയും. പക്ഷേ ഒരു ആങ്കർ എങ്ങനെയാവരുത് എന്ന് ഒരു പക്ഷേ ശാരിക നോക്കി പഠിക്കേണ്ടി വരും. ശാരിക ബോൾഡാണ്, ശാരിക ധൈര്യമുള്ള ഒരാളാണ്, ശാരിക സംസാരിക്കാൻ അറിയുമ്പോൾ ഇതെല്ലാം ശരിയാണ്. പക്ഷേ മുന്നിലിരിക്കുന്ന വ്യക്തിക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സാധാരണക്കാർ ആങ്കറായിട്ട് കൺസിഡർ ചെയ്യില്ല. ശരിക്കും ആ ചാനലിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വളരെ മോശം കമൻറ്റുകളാണ് ആങ്കറെ കുറിച്ച് വന്നിരിക്കുന്നത്. റിയ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് റിയയ്ക്ക് പറയാനുള്ള പോയിന്റ്, അത് റിയ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ആ പ്രോഗ്രാം എൻഡ് ചെയ്തപ്പോൾ റിയയ്ക്ക് പറയാനുള്ള പോയിന്റ് റിയ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ശാരിക എഴുന്നിട്ട് പോയതിന് ശേഷം ഞാൻ ആ ഷോയുടെ കുറച്ച് ഭാഗം ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. ഇത് ഞാനൊന്ന് ബ്ലർ ചെയ്ത് കാണിക്കും. കാരണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ ചാനലിൽ ഇനി എനിക്ക് മെസ്സേജ് തരാതെ തന്നെ കോപ്പറേറ്റ് കൊടുക്കും. കാരണം ഈ തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ ഒരു ധാരണയാണ്, നമ്മൾ പറയുന്നത് കേട്ടിരുന്നോണം, നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല. ഈ വിമർശിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്ട്രൈക്ക് കൊടുക്കുന്നു, കോപ്പറേറ്റ് കൊടുക്കുന്നു. അത് ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടായിരിക്കാം, മെസ്സേജ് അയക്കാതെ ആയിരിക്കാം. മെസ്സേജ് അയച്ചതുകൊണ്ട് ഞാനത് ടേക്ക് ഡൗൺ ചെയ്തു. ഇനി മെസ്സേജ് അയക്കാതെ കോപ്പറേറ്റ് വന്നാൽ ഒരു 3 മാസം ചാനലിന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഒരു 3 മാസം എന്തോ ഒരു സ്ട്രൈക്ക് വന്നിട്ട് വ്യൂസ് ഒന്നും ഇല്ലാണ്ട് വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഒരു 3 മാസം കൂടി എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ബ്ലർ ചെയ്ത് വെക്കുന്നത്. ഇത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ദയവേത് ചാനലുകാർ എന്നോട് ക്ഷമിക്കുക. ഇത്തരം ആങ്കേഴ്സിനെ അല്ലെങ്കിൽ ഇത്തരം ഷോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വരുന്ന ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാനെങ്കിലും ആ ആങ്കറിനോട് പറയുക. പിന്നെ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ എത്രയോ നല്ല പ്രോഗ്രാമുകൾ ചെയ്യാം. വരുന്നവരെ ഹരാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഷോസ് ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താണ്? റിയ തന്നെ പറയുന്നത് റിയ എന്ത് ചോദ്യത്തെയും ഫേസ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. അത് അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഡ്രാമയുടെ ആവശ്യമില്ല,
നിങ്ങൾ എന്ത് ചോദിക്കുന്നു അതിന് ഞാൻ മറുപടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഈ ഡ്രാമ കാണിച്ചത്? ഞാൻ റിയയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ റിയയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ചോദിച്ചൊരു കാര്യം, റിയ ഈ പ്രോഗ്രാം, ഈ ഷോ ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ റിയ പറഞ്ഞു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, ഒരു ഡ്രാമ ലെവലിൽ, ഒരു ആക്ടിംഗ് ലെവലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം, അതിന് ആൻസർ ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്, സോ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള ഇൻ്റർവ്യൂ പോലെ ജാസിക്ക് വെള്ളം കൊടുത്ത പോലെ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. അത് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ആ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സ് കാണിച്ച സമയത്ത് ജാസി വെള്ളം എടുത്ത് ഒഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ എൻഡ് വരെയും വെള്ളം ഒഴിക്കുന്ന സീനൊന്നും ഞാൻ കണ്ടില്ല. ഞാനകത്ത് എവിടെയെങ്കിലും നമ്മൾ കാണാത്ത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് എന്തായാലും ഈ പറയുന്ന ശാരികയുടെ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇന്നതേ ചോദിക്കാവോ, ഇന്നതേ പറയാവോ എന്ന് ഞാൻ ഇവിടെ ഒരു നിബന്ധനയും തരുന്നില്ല. കൂടുതൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ ചോദിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 പേരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിന് വിരോധികളായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാകും. ആ ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പം അങ്ങനത്തെ വലിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോൾ ശാരികയ്ക്ക് എന്താണോ തോന്നുന്നത് അത് ചോദിക്കാം. ആ ചോദ്യത്തിന് റെഡി ആയതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ടാവും. ഇതെന്താ സംഭവം ചോദിച്ചാൽ, തുടക്കത്തിൽ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ ശാരിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്താ എത്ര മസിൽ പിടിച്ച് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഫേസിലൊരു ദേഷ്യഭാവമാണല്ലോ, ഞാനാണ് ആങ്കർ എന്ന് കണ്ടിട്ടാണോ ഇത്തരത്തിൽ ഇരിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് റിയ ഇങ്ങനൊരു മറുപടി കൊടുക്കുന്നത്. റിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസ് വുമൺ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ ലീഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നെ ലോക് അദാലത്തിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് റിയ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇത്രയും ഒരു ഹൈ ലെവലിൽ വന്ന വ്യക്തികളിൽ ഒരാളാണ് റിയ ഇഷ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഇതോടൊപ്പം തന്നെ ഇവർ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, റിയ എപ്പോഴും വിവാദ നായികയാണോ എന്നൊരു ചോദ്യം. ഇതുവരെയും റിയ ഒരു വിവാദം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല വ്യക്തിപരമായിട്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. റിയ സംസാരിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, മുൻപൊരിക്കൽ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഈ ഒരു കാറ്റഗറി അവാർഡ് വേണമെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം റിയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ റിയയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റും സംസാരിച്ചതായിട്ട് എനിക്ക് ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല. നമുക്ക് ബാക്കി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡൗൺ ആയി എന്ന് ഞാൻ പറഞ്ഞത് ശാരികയുടെ പരാജയമാണെന്ന് ഇപ്പോൾ അങ്ങനെ ഡൗൺ ആയെങ്കിൽ ഞാൻ ഡൗൺ ആയതിന്റെ കാരണം എന്നോടൊപ്പം അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ആയിരിക്കും എപ്പോഴും ഞാൻ ഷോൾഡർ എപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. സ്വഭാവമായിട്ട് എന്നെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തരാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഭയങ്കര ശാരികയേക്കാൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഷോയിൽ വരുന്നതെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ഡൗൺ ആവും എന്നാണ് ശാരിക പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശാരിക എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷോയ്ക്ക് വന്നിരിക്കുന്ന വ്യക്തി, ഒരു ഗസ്റ്റ്, അയാൾ വന്നുടനെ ശാരിക മറ്റാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കണമെന്നാണോ? അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. റിയ ആസ് എ ഗസ്റ്റ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വിളിച്ചവിടെ ഇരുന്നു. അത് വെച്ച് തന്നെ പ്രവോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തുടക്കത്തിലേ ചോദിച്ചത് തെറ്റായ ചോദ്യമാണ്, റിയ വിവാദ നായികയാണോ എന്നൊരു ചോദ്യം. അപ്പം റിയ തന്നെ മറുപടി പറയുന്നുണ്ട്, ഞാനൊരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല, അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല, എൻ്റെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന അവരുടെ കഴിവ് കൊണ്ട് ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള വീഡിയോസും റീൽസും അതൊക്കെ ചെയ്തിട്ട് വൈറലാവാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് കുറേയധികം സീരിയലുകളും അതുപോലെ സിനിമയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് റിയ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യാതൊരു റെസ്പെക്റ്റും ഇല്ലാണ്ട് വന്നിരിക്കുന്ന ഗസ്റ്റിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ ചോദ്യമായിട്ട് 1-2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരേ ഒരു ചോദ്യത്തിലാണ് ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും റിയ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാരിക സമ്മതിക്കുന്നില്ല. കേൾക്കാം. ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് പേടിച്ച് നിൽക്കുന്നതാണ് അർത്ഥം. അല്ല, നമുക്ക് ഒരു വികാരമില്ലാതെ അങ്ങനെയല്ല, അങ്ങനത്തെ രീതിയിൽ നിൽക്കാൻ എനിക്ക് നല്ല ഗഡ്സ് ഉണ്ട്. എനിക്ക് അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് നല്ലതാണ്, നമ്മളൊക്കെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ നമ്മൾ ഷോയ്ക്ക് വന്നിരിക്കുമ്പോൾ അത് കുറച്ച് ഒരു എക്സ്പ്രസീവ് ആവാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത് ഹോട്ട് സീറ്റ് ആണെങ്കിൽ അതിൽ ദേഷ്യം, നിങ്ങൾ എന്താ പറയുന്നത്, ഒരു പ്രതിമ അടയ്ക്കാണ് ഇവിടെ വന്നിരുന്നത്. അപ്പൊ എനിക്കൊരു ജീവനില്ലാത്ത ഒരു സംസാരിക്കുന്നുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു എനർജി ഇല്ലാത്ത, ഇതിൽ കൂടുതൽ എന്ത് എനർജി ഉണ്ട് വേണ്ടത്? അപ്പൊ എങ്ങനത്തെ ടൈപ്പ് ഓഫ് എനർജിയാണ് ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യം ശാരികയുടെ പരാജയമാണ്. അപ്പൊ തന്നെ എനിക്ക് ഒരു മടുപ്പ്. ശരിക്കും ശാരികയുടെ പരാജയമാണ്. ഗസ്റ്റിനെ കൊണ്ട് നിങ്ങളൊരു പരാജയമാണല്ലേ, നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് പറയിപ്പിക്കുന്നത് ഒരു ആങ്കറുടെ പരാജയം തന്നെയാണ്. അതിന് ഒരു സംശയവും വേണ്ട. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയയുടെ നാവിൽ നിന്ന് വന്നതാണെന്ന് റിയ പറഞ്ഞു. റിയയ്ക്ക് എന്തായാലും എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല. ബാക്കി നോക്കാം. പരാജയമല്ലേ നമ്മൾ നേരിടാൻ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ്. അതായത് ഒരാളെ തളർത്തുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയോ? അതായത് ഷോ നിങ്ങളുടെ ആക്കണം, അല്ലെങ്കിൽ ഈ ഷോ എന്നെക്കാളും മുമ്പ് ഞാൻ എനിക്ക് ചോദിക്കുന്ന ഒരാളായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചോദിക്കുന്നതിന് തരാനുള്ള ഉത്തരം എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഗഡ്സ് കാണിക്കുന്നത്. പ്രൊവോക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു വ്യക്തിയും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇറങ്ങിപ്പോവും. പക്ഷേ റിയ അവിടെയും പിടിച്ചു നിൽക്കാൻ അവരുടെ ക്ഷമ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. ഇപ്പം നമുക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എങ്ങനെ ഒരു ആങ്കർ ഇതുപോലെ ആവാതിരിക്കാം എന്ന് നിങ്ങളെ കണ്ടുപിടിച്ചാൽ മതി.
ഞാൻ പറഞ്ഞു. എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ചില കാര്യം. അതുകൊണ്ടാണ് നിങ്ങൾ വിമൻസിനെ ഈ പറയുന്ന പോലെ അവർ പ്രഗ്നന്റ് ആയില്ല അല്ലെങ്കിൽ അവർ പെരീഡ്സ് ആയില്ല എന്ന് കരുതിയ സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ ഒരു ആരോപണം എന്താണെന്നറിയോ? ഒരു ഇന്റർവ്യൂവിൽ റിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ട്രാൻസ്വുമൺ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എന്നൊരു യഥാർത്ഥ സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ ഉള്ളിൽ ഞാനൊരു സ്ത്രീയാണ്, പക്ഷേ സമൂഹം ആഗ്രഹിക്കുന്ന ലെവലിൽ എനിക്കൊരു സ്ത്രീ ആവാൻ കഴിയില്ല. ശരിയല്ല അവർ പറഞ്ഞത്. കാരണം ഒരു ട്രാൻസ്വുമണിനെ സംബന്ധിച്ച് അവർക്ക് പീരീഡ്സോ അല്ലെങ്കിൽ പ്രഗ്നൻസിയോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമൂഹം ആഗ്രഹിക്കുന്ന ലെവലിലുള്ള സ്ത്രീയായിട്ട് അവർക്ക് മാറാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ അവരെ കൺസിഡർ ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ സ്വത്വം എന്ന് പറയുന്നത് സ്ത്രീ എന്ന ഒരു ആസ്പെക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ത്രീയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സമൂഹം ആഗ്രഹിക്കുന്ന ലെവലിൽ സ്ത്രീ ആവാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് എനിക്കില്ല, ട്രാൻസ്വുമൺ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. ഇതിന് ശാരിക വളച്ചൊടിച്ച് നിങ്ങൾ സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ലേ, പ്രസവിക്കാത്ത ഒരു സ്ത്രീ ആവില്ലേ? റിയ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. റിയ സ്ത്രീകളെ കുറിച്ചല്ല പറഞ്ഞത്. ആസ് എ ട്രാൻസ് പേഴ്സൺ എന്നെ നിങ്ങൾ സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യണ്ട, കാരണം എനിക്ക് പ്രസവിക്കാനോ അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യണ്ട. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി റിയ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ശാരിക സമ്മതിക്കുന്നില്ല. ശാരിക ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഒരു ആങ്കർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഒരു ആങ്കർ ആവേണ്ടത്? നമ്മളും 1-2-3 ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ 2 ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടപ്പുണ്ട്. പറഞ്ഞു വന്നത് വരുന്ന ഗസ്റ്റിന് കൊടുക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ചാണ്. റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിലും അവരെ ആക്ഷേപിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി നോക്കാം. എനിക്ക് എന്നെ ട്രാൻസ്വുമൺ ആയിട്ട് കണ്ടാൽ മതി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സ്ത്രീ എന്ന് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന പോലെ ഒരു സ്ത്രീ എന്ന കാറ്റഗറിയിലേക്ക് പോകണമെങ്കിൽ അതിന് സമൂഹം അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് തിരിച്ചു തരും. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റിലൊന്നും സമൂഹത്തിൽ മൊത്തത്തിൽ ദേഷ്യം പോലെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ്. എന്റെ ആ സ്റ്റേറ്റ്മെന്റിന് എല്ലാവരും ഞാൻ കണ്ടെടുത്തോളം അതിൽ 1-2 ആൾക്കാർ നെഗറ്റീവ് കമന്റ്. പിന്നെ ഒന്നാമത് ഞാൻ കമന്റുകൾ അങ്ങനെ അധികം നോക്കാറില്ല. ഞാൻ അപ്പം അത് കണ്ട് ഒരുപാട് പേര് എനിക്ക് അങ്ങോട്ട് ചെയ്ത് മെൻഷൻ ചെയ്തത് സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അതിന് നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു ക്വസ്റ്റൻ ഞാൻ ചോദിച്ചോട്ടെ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുന്ന മറ്റു ട്രാൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൾക്കാർ പ്രതികരിക്കുന്ന പോലെയല്ല, നിങ്ങൾ വേറെ എൻറ്റിറ്റി ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അത് കൂടുതലും നിങ്ങൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ശരിക്കും ശാരിക ചെയ്യുന്ന കാര്യമാണ് ശാരിക ഈ പറയുന്നത്. അതായത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ശാരിക ചെയ്യുന്ന കാര്യം, ഓവർ റിയാക്ട് ചെയ്യുക, ഓവറായിട്ട് ഇൻ്റർഫിയർ ചെയ്യുക, ഇതൊക്കെ ശാരിക ചെയ്യുന്നതാണ്. ശാരികയുടെ ഷോ ശാരികയിൽ നിൽക്കണം, അത് വരുന്ന ഗസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ശാരിക ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്നത്. ശരിക്കും റിയനെ പേഴ്സണലി അറിയുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, വളരെ ശാന്തമായിട്ട് ഒരു പ്രൊവോക്കേഷനിലാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് റിയ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റുകളിലൂടെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഫോൺ കോളിലാണെങ്കിലും റിയ ഒരിക്കലും പ്രൊവോക്കിംഗ് ലെവലിലോ അല്ലെങ്കിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോ ഹരാസ് ചെയ്യുന്ന ലെവലിലോ സംസാരിച്ചിട്ടില്ല. ഇവിടെയും ഈ ഇൻ്റർവ്യൂവിനകത്തും റിയ ഒരു കാരണവശാലും 1% പോലും പ്രൊവോക്ഡ് ആയിട്ടില്ല. ഇത്രയധികം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും റിയ തനിക്ക് പറയാനുള്ള പോയിന്റുകൾ പറയാൻ ശ്രമിക്കുന്ന അല്ലാണ്ട് റിയ പ്രൊവോക്ഡ് ആയിട്ടില്ല. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടാം. അപ്പോൾ അതിനുവേണ്ടി പർപ്പസിൽ ചെയ്യുന്ന കാര്യമാണ്. ഇവരുടെ അവാർഡിന്റെ കാര്യത്തിൽ വരെ നിങ്ങൾ കയറി പ്രതികരണം മറ്റൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ കയറി അറ്റാക്ക് ചെയ്ത് പ്രതികരിക്കുന്ന കാരണം എന്തായിരുന്നു? അത് ഈ അറ്റൻഷൻ സീക്കിംഗ് കൊണ്ടാണ്. അതിന് ഏത് അവാർഡിന്റെ കാര്യത്തിലാണ് എന്ന് കൂടെ പറയാമോ? ചലച്ചിത്ര അവാർഡാണ് ഉദ്ദേശിച്ചത്. എനിവേ, അപ്പോൾ ഇതാണ് ഈ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ. ഈ ഒരു രീതിയിലാണ് ഇന്റർവ്യൂ പോകുന്നത്. അറ്റ് ദ എൻഡ് ഗസ്റ്റ് അല്ല എഴുന്നേറ്റ് പോയത്, ആങ്കറാണ്. ആങ്കറായ ശാരികയാണ് അവിടെ എഴുന്നേറ്റ് പോയത്. അതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ലായിരുന്നു എന്നുള്ളത് എന്നോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. സോ ആങ്കർ പ്രൊവോക്ഡ് ആയിട്ട് എഴുന്നേറ്റ് പോയെങ്കിൽ അത് ആങ്കറുടെ പരാജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. 100% ആങ്കറുടെ പരാജയമാണ്. ഈ ഒരു ഷോയിൽ ആങ്കർ ശാരിക നിങ്ങൾ പരാജയപ്പെട്ടു. അത് പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കും, കണ്ടാൽ പോലും നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സമ്മതിക്കുകയോ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല. പകരം നിങ്ങൾ വന്നിട്ട് ചിലപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും, അല്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകുമായിരിക്കും. മെഴുകിക്കൊള്ളു, കുഴപ്പമില്ല. നിങ്ങളുടെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഷോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കരുത്. എന്ത് ഹോട്ട് സീറ്റ് ആണെങ്കിലും വരുന്ന ഗസ്റ്റിന് കൊടുക്കേണ്ട റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുക. ഏത് ഷോ ആണെങ്കിലും, എത്ര പ്രൊവോക്കിംഗ് ലെവലുള്ള ഷോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രൊവോക്ക് ചെയ്തോളൂ, പക്ഷേ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ സംസാരിക്കാൻ സമ്മതിച്ചുകൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ പരാജയമാണ്. ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവർ നമ്മളെക്കാളും മുകളിൽ കയറി പോകുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻ്റർഫിയർ ചെയ്ത് അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഇന്നലത്തെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എനിവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എങ്ങനെയാണ് ശാരിക നല്ല ഒരു ആങ്കർ ആയിരുന്നു ആ ഷോയിൽ, അതോ റിയ ആണോ സ്കോർ ചെയ്തത്? നിങ്ങൾ പറയുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.